ഈ കഥ സാങ്കല്പികം മാത്രം, മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ചത്. എനിക്കെന്ത് എന്ന് പറ്റി? നിനക്കെന്തൊരു ടെൻഷൻ പോലെ? മൂന്ന് മക്കളുടെ ഇല്ലായിട്ടാ? അവരിപ്പം ബൈറ്റാൻ വരൂലേ? എന്ത് പറ്റി പറയേ. ഒന്നുമില്ലമ്മേ, എനിക്ക് കണ്ടിട്ട് ഇപ്പൊ ഒരു പേടി പോലെ. നമ്മയുടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടിലും ഈ വീടിനെ പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ടൊന്ന് ചോദിക്കാം. അവര് വരാൻ വൈകുന്നേരം ആവും. അന്നേരം നമുക്ക് രണ്ടാക്കും പോയിട്ടൊന്ന് ചോദിക്കാം. നീ സമാധാനപ്പെടും. വാ നിങ്ങ വന്നിട്ട് ഒരാഴ്ച ആയില്ലേ? നമുക്ക് വരാനേ സമയം കിട്ടിയില്ല നിങ്ങളെ കാണാൻ. കണ്ടിട്ടേ ഇല്ല. ഗണേശേട്ടാ, ഇതാ അപ്പുറത്തെ താമസക്കാര് വന്നിട്ട്. ഇവര് വന്നിട്ടുണ്ടല്ലേ? നമുക്ക് പരിചയപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല. ഇതെന്നെ ഇതിരിക്കുന്നു, കുടിക്കാൻ ചായയോ? ചായ വെച്ചിട്ട് കൊണ്ടുവരാം. ചായ ഒന്നും വേണ്ടപ്പാ, നമ്മ ഒരു കാര്യം അറിയാനാ വന്നത്. അതൊന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. എന്ത് കാര്യമാണ് ഇപ്പൊ നിങ്ങക്ക് പറയാനുള്ളത്? ഒരാഴ്ചയായിട്ട് ഇപ്പൊ നമ്മപ്പുറം താമസമായിട്ട് വന്നിട്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവൻ എന്തോ ഒരു വാതിൽ മുട്ടുന്ന, കറണ്ട് പോയിരുന്നു, അതിനിടയ്ക്ക് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഇവൻ വല്ലാതെ ഒരു പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പിച്ചുമ്പോഴെല്ലാം പറഞ്ഞിട്ട് ഒരു പേടിയിലായിട്ടത്. അതെന്താ കാര്യം എന്നൊന്നും അറിയാനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നമുക്കറിയില്ലല്ലോ. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് പേടിക്കാനല്ലോ. ഇന്നലെ സന്ധ്യക്ക് പെട്ടെന്ന് വാതിൽ മുട്ടുന്ന എനിക്ക് ഒച്ച കേട്ടു. ഞാൻ റൂമിലേക്ക് പോയിട്ട് റൂമെന്നാന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ അവിടെ നോക്കുമ്പം ഒന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് ചുമരിലേക്ക് നോക്കുമ്പം ഒരു നിഴലിങ്ങനെ, ഒരു പെണ്ണുങ്ങളെ നിഴലിങ്ങനെ കാണുന്നത്. എന്നിട്ട് ആ നിഴലിങ്ങനെ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പേടി, ഇങ്ങനെ എപ്പോൾ ഒരു പേടി പോലെ ഇപ്പൊ. അതെയാ? അവിടെ മുമ്പ് താമസിച്ചവരും പറഞ്ഞിരുന്നു കേട്ടാ, ഇങ്ങനെ എന്തോ കണ്ടിരുന്നല്ലോ. പക്ഷെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതെയാ? അതെന്തുകൊണ്ട് അങ്ങനെ ആടെ കാണുന്ന? ആടെ ഒരു ദുർമരണായിട്ടുണ്ടായിന എന്തെങ്കിലും? അവിടെ മുമ്പേ ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. അതെയാ? എന്തിനാ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? അതറിയോ? ആത്മഹത്യ ചെയ്ത് എന്തെന്നൊന്നും അറിയില്ല. പക്ഷെ ആ സമയത്ത് പോലീസുകാരെല്ലാം വന്നിട്ട് കേസും കാര്യമെല്ലാം അവസാനം ക്ലോസ് ചെയ്ത് പോയി. പിന്നെ അവര് കുട്ടിയുടെ അമ്മയും അച്ഛനും അവരുടെ നാട്ടിലേക്ക് പോയി. ബാക്കിയൊന്നും നമുക്കറിയില്ല. അതെയാ? ആ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുണ്ടോ? ചെറിയ കുട്ടിയാണോ? അല്ല, ഏകദേശം നിങ്ങളെ മോളെ പ്രായം ഉണ്ടാവും. ഇപ്പൊ എന്തൊക്കെ ഒരു കാര്യം